ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വേദയും വിക്രവും കാട്ടിലിങ്ങനെ ഇരിക്കണേ. വേദയ്ക്ക് ചെറുതായി പനിക്കുന്നുണ്ടല്ലോ. അങ്ങനെ വിക്രം വേദയെ ആ തീയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്തണേ. വിക്രവും കൂടെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കഴിയുമ്പോൾ രണ്ടുപേർക്കും ഉറക്കം വരികയാണേ. വേദ ഇങ്ങനെ പതിയെ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വിക്രം ഇത് ശ്രദ്ധിക്കുക. വിക്രമിന് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അറിയാതെ കണ്ണടഞ്ഞു പോവും. അങ്ങനെ പതിയെ അങ്ങോട്ട് ചാരി ഇരിക്കണേ ആ പുൽമെത്തേല്. അപ്പൊ തന്നെ വിക്രം മയക്കത്തിലേക്ക് പോകും. വേദ ഇങ്ങനെ നോക്കും. വിളിക്കാനായിട്ട് തുടങ്ങും. പാവം ഒരുപാട് കഷ്ടപ്പെട്ട് ക്ഷീണിച്ചതാ, അതിനെ ഉണർത്താനായിട്ട് ഇപ്പൊ ശ്രമിക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും പതിയെ ഒന്ന് തൊട്ടു നോക്കും. പക്ഷെ വിക്രം നല്ല മയക്കത്തിലായിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും വേദ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണേ. വിക്രമിന്റെ കൂടെയുള്ള ഈ ദിവസം വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കാട്ടിൽ അകപ്പെട്ടത് മുതലുള്ള വിക്രമിന്റെ ആ കരുതലും സ്നേഹവും എല്ലാം വേദ ഇങ്ങനെ ആലോചിക്കണേ. എന്നിട്ടും ആ ഡ്രസ്സ് ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട്. അങ്ങനെ വേദ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവിടുന്ന് എഴുന്നേൽക്കണേ. ശേഷം അപ്പുറത്തെ സൈഡിലെ, അതായത് നേരത്തെ കിടന്നിരുന്ന അവിടേക്ക് തന്നെ പോയിരിക്കുക. അവിടെ ഇരിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാ മനസ്സിലുള്ളത്. എന്നിട്ടും വിക്രമിനെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഇതേ സമയം നാട്ടില് ഇപ്പോഴും അവരുടെ വീട്ടില് കറണ്ട് വന്നിട്ടില്ല. ബുദ്ധിയില്ലാത്ത കുട്ടിയൊന്നും അല്ലല്ലോ അവള് ശ്രീജയെ, അതുകൊണ്ട് പേടിക്കണ്ട. അതല്ല വിഷയട്ടാ, എന്ത് കാര്യത്തിനും ശ്രീചേർത്തി എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുന്നവളാ. എന്തേലും കുഴപ്പം പറ്റി കാണുമെന്നാ എന്റെ പേടി. വിശ്വം ചോദിക്കും, എന്ത് കുഴപ്പം? വേദയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടാവില്ല. ശ്രീജ പറയും, എന്നാലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ. വിശ്വം പറയും, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നവളാണ് അവൾ. ഇപ്പോഴത്തെ സാഹചര്യത്തില് അവിടെ താമസിക്കാൻ താല്പര്യം കാണില്ല. ശ്രീജ പറയും, അപ്പൊ പിന്നെ ഇങ്ങോട്ട് വരാതിരുന്നതോ? വിശ്വം പറയും, വിക്രം ജയിലിലായതിൽ പിന്നെ അവളോടുള്ള സമീപനം എങ്ങനെയായിരുന്നു ഇവിടെ? ശ്രീജ പറയും, അവളുടെ ഭാഗത്ത് എന്തോ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ആ ദർശൻ വക്കീലെ കോടതിയിൽ വെച്ച് വേദയുടേത് വെറും പ്രതികാരം മാത്രമാണെന്ന് പറഞ്ഞപ്പോ വിശ്വം പറയും, നീയോ അമ്മയും അത് വിശ്വസിച്ചല്ലേ? ശ്രീജയെ, കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നത് മറ്റൊന്നാണ്. കോടതിയിലെ ആ രീതിയിലെ വേദയെ കീറി മുറിക്കാൻ ദർശൻ ഒരു കാരണം ഉണ്ടാക്കി. എങ്ങനെയെങ്കിലും വിക്രത്തെ പുറത്തിറക്കുക. പക്ഷെ ആരെന്തു പറഞ്ഞാലും വിക്രത്തെ ജയിലിൽ അടയ്ക്കുന്നുള്ള തീരുമാനത്തിലായിരുന്നു വേദ ഉറച്ചു നിന്നത്. ആരുടെ ഭാഗത്തടി ശരി? ശ്രീജ പറയും, എനിക്കറിയില്ല. എടി, പുറത്തിറങ്ങുന്നതിനേക്കാളും നല്ലത് വിക്രം അകത്ത് കിടക്കുന്നത് തന്നെയല്ലേ സുരക്ഷിതത്വം. വേദ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് വിക്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലോ? അവൻ പുറത്തിറങ്ങിയാലേ വാസവൻ MLA അവൻ എന്തെങ്കിലും ചെയ്യുന്നു കരുതിയിട്ടാണെങ്കിലോ? ശ്രീജ ഞെട്ടും. ഇതെന്താ വിശ്വട്ട് ഇപ്പൊ പറയുന്നത്? നേരത്തെ പറയണ്ടേ? വിശ്വം പറയും, എനിക്കിപ്പോഴല്ലേ തോന്നിയത്. അപ്പോ ദർശൻ വിക്രമിനെ പുറത്തിറക്കിയത് ആ വാസവിന് വേണ്ടിയിട്ടാണെന്നാണോ വിശ്വട്ടം പറയുന്നത്? അങ്ങനെ 100% ഉറപ്പിച്ച് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിക്കൂടെ? ശ്രീജയ്ക്ക് അങ്ങ് പേടിയാവും. ഈശ്വര, നമ്മുടെ വിക്രമിനെയും വേദയെയും അയാള് എന്തെങ്കിലും ചെയ്തിരിക്കുവോ? നീ ഒന്ന് പതുക്കെ പറ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലേ ആ ശ്രീനിവാസൻ വിക്രത്തിനോടൊപ്പം ഉറച്ചു നിൽക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും സംഭവിക്കത്തില്ല. ശ്രീചേർത്തി ആകെ പേടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അവൾ എവിടെ പോയി കാണും? വിഷം പറയും, അവൾക്ക് എത്ര സുഹൃത്തുക്കൾ ഉണ്ടാകും, ബന്ധുക്കൾ ഉണ്ടാകും. അങ്ങോട്ട് വല്ലതും പോയിക്കൂടെ? ഒരു ദിവസം ജൂനിയർ വക്കീലായിട്ട് പ്രാക്ടീസ് തുടങ്ങാൻ ഒരു കൂട്ടുകാരിയെ കാണാൻ പോയി വരികയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വല്ലതും ആയിക്കൂടെ? ശ്രീചേർത്തിക്കാണെങ്കിൽ ഒന്നിനും സമാധാനമില്ല. ഈശ്വര, അങ്ങനെ വല്ലതും ആയാൽ മതിയായിരുന്നു. കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു. അപ്പൊ വിശ്വം പറയും, എന്റെ പേടി അതല്ല ശ്രീജയ. വിക്രത്തെ ശ്രീകാര്യ ശ്രീനിവാസൻ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടാകും. വേദ ഏതെങ്കിലും ബന്ധുവിന്റെയോ കൂട്ടുകാരുടെയോ വീട്ടില് പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ സമയത്ത് വാസവൻ ആ ദേഷ്യം തീർക്കാൻ ഈ വീട് കയറി ആക്രമിച്ചാലോ? നമ്മൾ എന്ത് ചെയ്യും? വിക്രം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ദേഹത്ത് തൊടാൻ ആരെയും അവൻ അനുവദിക്കില്ലായിരുന്നു. ഇതിപ്പോ നമ്മളെല്ലാവരും കൂടെ നിന്ന് ഇടികൊള്ളേണ്ടി വരും. ഇത് കേൾക്കുമ്പോ ശ്രീജിക്ക് ചിരിക്കണം എന്നുണ്ട്. അങ്ങനെ വന്നാ നിങ്ങൾക്ക് അടികൊള്ളാതെ ഞാൻ നോക്കിക്കൊള്ളാം, പോരെ? അതെ, പണ്ടൊരിക്കൽ വേദയെ ആക്രമിക്കാൻ ആൾക്കാർ വന്നപ്പോ നിങ്ങളകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. വിശ്വം ഒരു വളഞ്ഞ ചിരിച്ചിരിക്കും. വരുന്നിടത്ത് വെച്ച് കാണാം വിശ്വേട്ടാ. വീട്ടിലൊരാളോട് പെരുമാറുമ്പോഴേ നീ പൂച്ചക്കുട്ടിയെ പോലെ നിക്കാറുള്ളൂ. പുറത്തുനിന്നൊരു ആക്രമണം വരുമ്പോഴേ പുലിക്കുട്ടിയാ പുലിക്കുട്ടി. അത് പിന്നെ അങ്ങനെയല്ലേ വിശ്വേട്ടാ വേണ്ടത്? വിശ്വേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ വിശ്വം കിടക്കാൻ തുടങ്ങുമ്പോ ശ്രീജി വീണ്ടും ഫോൺ എടുക്കാ. നീ ഇതാരെ വിളിക്കുന്നത്? ഞാൻ കുറെ നേരമായി വിക്രമിനെയും വേദയെയും മാറി മാറി വിളിക്കുന്നു. എപ്പോഴെങ്കിലും എടുക്കുമെന്നറിയണ്ടേ എന്ന് പറഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യാ. അപ്പോഴും സ്വിച്ച് ഓഫ്. വിശ്വം വേഗം കിടക്കും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാഷ് അവിടെ ചൂടെടുത്ത് വീശിക്കൊണ്ടിരിക്കണേ. കമല അങ്ങോട്ട് വരും. മാഷ് എന്താ ആലോചിക്കുന്നത്? ജീനയെ കുറിച്ചാണോ? അല്ല കമല, വിക്രമിനെ കുറിച്ച്. ജീന ഇവിടം വിട്ട് പോയപ്പോഴാ ഞാൻ ഓർത്തത് വിക്രമിനോട് സ്നേഹവും കടപ്പാടുള്ള കുറച്ച് ആൾക്കാരെ ഈ നാട്ടിലുള്ളല്ലോ എന്ന്. കമല പറയും, അവൻ അത്രയ്ക്ക് കുഴപ്പക്കാരനൊന്നും അല്ല മാഷേ. അത് മാഷിനെ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അങ്ങനെയല്ല കമല അത് മനസ്സിലാക്കേണ്ടത്. എത്ര കുഴപ്പക്കാരനായ ഒരാൾക്കും നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു മുഖം കൂടെ ഉണ്ടാകും.
ശ്രീരാമചന്ദ്രനോട് യുദ്ധത്തിന് പുറപ്പെട്ട രാവണൻ മഹാപണ്ഡിതനായിരുന്നു. കവി, സംഗീതജ്ഞൻ, വീണവിദ്വാൻ, സീതയുടെ മോശമായൊരു വാക്കുപോലും പറയാതിരുന്നവൻ, മണ്ഡോദരിയെ ജീവനു തുല്യം സ്നേഹിച്ചിരുന്ന ഭർത്താവ്, സഹോദരിക്ക് വേണ്ടി ഒരു യുദ്ധം തന്നെ നടത്താൻ പുറപ്പെട്ട സഹോദരൻ. എങ്കിലും ജനങ്ങൾ അയാളെ ദുഷ്ടനായ രാവണൻ എന്നല്ലേ വിളിക്കുന്നുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ നിനക്ക്? അറിയില്ല എന്നുള്ള ഭാവത്തിൽ നോക്കുമ്പോ മാഷു പറയും, രാവണൻ എന്ന് കേൾക്കുമ്പോ ആൾക്കാരുടെ ഉള്ളിലുണ്ടാകുന്ന ഇമേജ്, അതുപോലെ നമ്മുടെ മകൻ ഇത്രയും കാലം വളർത്തിയെടുത്ത ഒരു ഇമേജ് ഉണ്ട്. അതിനെ മറികടക്കാൻ അവൻ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിക്കും കഴിയുന്നില്ലല്ലോ എന്നാലോചിച്ച് നിൽക്കായിരുന്നു ഞാൻ. ശരിയാവും മാഷേ. മാഷു പറയും, ശരിയാവാൻ നമ്മൾ ഇത്രയും കാലം ശ്രമിച്ചിട്ടും നടന്നില്ലല്ലോ കമലേ. പക്ഷേ കുറെയൊക്കെ വേദയ്ക്ക് അതിന് സാധിച്ചു എന്ന് പറഞ്ഞാ നിനക്കത് അംഗീകരിക്കാനാവോ? എന്നിട്ടെന്തിനാ അവൾ വിക്രമിനെതിരെ സാക്ഷി പറയാൻ പോയത്? മാഷു പറയും, കറുപ്പിനെതിരെ വെളുപ്പെന്നാണ് നമ്മൾ വിപരീതം കുട്ടികളെ പഠിപ്പിക്കുക. നമുക്ക് പലപ്പോഴും അങ്ങനെ കാര്യങ്ങൾ കാണാൻ കഴിയൂ. കറുപ്പല്ലെങ്കിൽ വെളുപ്പ്, എല്ലാ നിറങ്ങളും ഇല്ലാതാകുമ്പോ കറുപ്പും എല്ലാം കൂടി ചേരുമ്പോ വെളുപ്പും ഉണ്ടാവുന്നത് പോലെ അല്ലല്ലോ മനുഷ്യരുടെ സ്വഭാവം. ഒരാളോട് സ്നേഹം കാണിക്കുന്നവൻ മറ്റൊരാളോട് ദേഷ്യപ്പെട്ടു എന്ന് വരും. ലാളിക്കുന്ന കൈകൊണ്ട് തന്നെ കൊല്ലുന്നവരും ഇല്ലേ? വിക്രമിനെതിരെ വേദ സാക്ഷി പറയാൻ പോയത് അവനോടുള്ള പ്രതികാരം കൊണ്ടാണെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ? ചിലപ്പോ അവനോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിലോ? കമലങ്ങ് ഞെട്ടും. എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവും, അതിനുള്ള സന്ദർഭം നിന്റെ മുന്നിൽ തന്നെ വന്നുപെടും. വല്ലാത്ത ഉഷ്ണം, ഞാനൊന്ന് പുറത്തിറങ്ങി നടന്നിട്ട് വരാം എന്ന് പറഞ്ഞ് മാഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴും അമ്മയ്ക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ മാഷ് പുറത്തിറങ്ങിയിട്ട് നേരെ വിക്രമിന്റെയും വേദയുടെയും റൂമിലേക്കാ ചെല്ലുന്നത്. എന്നിട്ട് അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കും. പിന്നെ വിക്രമിന് കിട്ടിയിരുന്ന ട്രോഫി, മെഡല് എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ട്രോഫി എടുത്തിട്ട് മോനെ എന്ന് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയണേ. ഒരു അച്ഛന്റെ ആ ഒരു സ്നേഹം ഇത്രയും ദിവസം കാണിക്കാതിരുന്ന ആ ഒരു കരുതലെല്ലാണ് ഇപ്പൊ മാഷിന്റെ മുഖത്ത് കാണുന്നത്. വല്ലാത്ത സങ്കടമുണ്ട്. ഈ കരച്ചിൽ ആരും കേൾക്കാതിരിക്കാനായിട്ട് മാക്സിമം വാ പൊത്തി വെക്കാനൊക്കെ ശ്രമിക്കണേ. കരഞ്ഞോണ്ട് ഓരോരോ ട്രോഫി ഇങ്ങനെ എടുത്ത് മോനെ എന്നിങ്ങനെ മനസ്സിൽ വീണ്ടും വീണ്ടും വിളിക്കുക. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് സമയം കരയും. ശേഷം ഒരു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാണ് മാഷ അവിടെ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കാട്ടിലാണ് കേട്ടോ. വേദ പതിയെ എഴുന്നേൽക്കുക. എന്നാ അവിടെ ഒന്നും വിക്രമിനെ കാണുന്നില്ല. അപ്പൊ വേദയ്ക്കൊരു പേടിയാവും. അവിടുന്ന് എഴുന്നേറ്റ് ചുറ്റിലും നോക്കും. വിക്രം, വിക്രം എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് അവിടെ എല്ലാം അന്വേഷിച്ച് നടക്കണേ. വിക്രം ഇതേ സമയം അരുവിയുടെ ഒരു സൈഡിലായി നിന്നിട്ട് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും വേദയുടെ ശബ്ദം കേൾക്കുന്നത്. ഡീ, എന്തിനാണ് ഇങ്ങനെ കൂവി വിളിക്കുന്നത്? വേദ അപ്പോഴാണ് വിക്രമിനെ കണ്ടത്. കാണാതായപ്പോ ഞാൻ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. അപ്പൊ വിക്രം അവിടെ നിന്ന് കയറി വരണേ. കയ്യിലൊരു എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. എന്താ, ഞാൻ ഇട്ടിട്ട് പോയെന്ന് കരുതിയോ? അത് വിക്രം ചെയ്യില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അങ്ങനെയായിരുന്നു ശരിക്കും വേണ്ടിയിരുന്നത്. വേദ പറയും, എങ്കിൽ വിക്രം പൊക്കോ. അത് കേൾക്കുമ്പോ എന്ന് പറഞ്ഞ് വിക്രം തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുമ്പോ അയ്യോ പോലെ, ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല, ഇന്നത്തെ പ്രോഗ്രാം എന്താ അത് പറ. പ്രോഗ്രാമോ? വേദ പറയും, അല്ല അതായത് ഇത്. വിക്രം പറയും, വേണ്ട വേണ്ട ഞാൻ പറയാം. രാവിലെ 8 മണിക്ക് വനത്തിലെ തീറ്റ, അത് കഴിഞ്ഞ് 9 മണിയോടെ മേടത്തെ വരവേൽക്കാൻ വനവകുപ്പ് മന്ത്രി എത്തും. അദ്ദേഹത്തോടൊപ്പം ഒരു ഓപ്പൺ ജീപ്പിൽ ഒരു ജംഗിൾ സഫാരി. അത് കഴിഞ്ഞ കാട്ടിലെ കാട്ടുമൃഗങ്ങളുടെ മാംസം കൊണ്ട് വനഭോജനം. അതിനുശേഷം ഹെലികോപ്റ്ററിലെ കാടിന് ചുറ്റും ഒരു വനയാത്ര. എന്നിട്ട് തിരിച്ചു മടക്കും. എന്താ മതിയോ? വേദ ഹോ മതി. ഈ വനഭോജനത്തിന് മാംസം തയ്യാറാക്കുമ്പോഴേ ഉപ്പ് ഒഴിവാക്കണം. നിങ്ങളെ പോലുള്ള മന്ദബുദ്ധികളെ അധികം ഉപ്പ് ഒഴിച്ചൂടാ. വിക്രം പറയും, മനുഷ്യൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും എക്സ്കേപ്പ് ആക്കാൻ നോക്കുമ്പോഴാ അവളുടെ ഒരു പ്രോഗ്രാം. വേദ പറയും, ആ പ്രോഗ്രാം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. എന്നാ ഇതൊക്കെ വാരി പിടിച്ച് തിന്നാൻ നോക്ക് എന്ന് പറഞ്ഞ ധാന്യങ്ങളും അവിടെയുള്ള പഴങ്ങളും കൊടുക്കുമ്പോ വേദ പറയും, പക്ഷേ പല്ലേക്കണ്ടേ? ഈ മൃഗങ്ങള് പല്ല് തേക്കോ എന്നുള്ള ചോദ്യം വേണ്ട, എനിക്ക് പല്ലേക്കണം. വിക്രം പറയും, ഈ പേസ്റ്റും ബ്രഷൊക്കെ നിർബന്ധം അല്ലെങ്കിൽ അടിയനൊരു കാര്യം പറയാം. വേദ പറയും, പറയൂ, നോമൊന്ന് കേൾക്കട്ടെ. അങ്ങനെ വിക്രം പോക്കറ്റിന്ന് 2 ഇല എടുക്കണേ. എന്നിട്ട് പറയും, ഇതാ ഈ ഇല ഇങ്ങനെ 2ആയി കീറണം. എന്നിട്ട് ചുരുട്ടി കടിച്ച് ഈ അറ്റങ്ങ് ഇങ്ങനെ നശൂലാക്കണം. എന്നിട്ടിങ്ങനെ നന്നായിട്ട് ഇതുപോലെ ചെയ്യണം. ഇതുപോലെ പല്ല് വൃത്തിയാക്കുന്ന സാധനം വേറെ കണ്ടുപിടിക്കണം. എന്നാ ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു കൊടുക്ക. വിക്രം ഇങ്ങനെ പല്ലേക്കുന്നതും കണ്ട് വേദ അന്തം വിട്ട് നിൽക്കുക. അങ്ങനെ വേദ ആ ഇലയും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതും വിക്രം ഇങ്ങനെ പല്ലും തേച്ച് അവിടെ നിന്ന് പോവാട്ടോ. എന്നിട്ട് വേദ അത് കീറി ബ്രഷ് ചെയ്യാൻ തുടങ്ങുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. ഇനിയിപ്പോ ഓണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകോ, അപ്പൊ അതിന്റെ പ്രൊമോയും വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ പറയാട്ടോ. അതിലെ വേദയ്ക്ക് വേണ്ടിയിട്ട് വിക്രം തേൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വിക്രം വേദയെ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ആന വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതില് വേദ പേടിക്കുമ്പോ വിക്രം പൊട്ടിച്ചിരിക്കണേ. വേദ ഇങ്ങനെ കുട്ടികളെ പോലെ ഉപദ്രവിക്കുന്നുണ്ട്. വിക്രമിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്തിന്റെ ഡീറ്റെയിലിംഗ് റിവ്യൂ നമുക്ക് വേറൊരു പ്രൊമോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്